നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. ദിലീപിന് നീതി ലഭ്യമായെന്നും അതിൽ വ്യക്തിപരമായ സന്തോഷമുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. സർക്കാർ അപ്പീലിന് പോകുന്നതിനെയും അടൂർ പ്രകാശ് പരിഹസിച്ചു. മറ്റ് ഇല്ലേ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പരിഹാസം. അടൂർ പ്രകാശിനെ തള്ളി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. വിധിക്കെതിരെ അപ്പീൽ പോകണമെന്നതാണ് പാർട്ടിയുടെ നിലപാടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. വിധിയിൽ തൃപ്തയല്ലെന്ന് ഉമാ തോമസ് MLA പ്രതികരിച്ചു. മഞ്ജു വാര്യർക്കെതിരായ പരാമർശത്തിലൂടെ കേസ് വഴിതിരിച്ചുവിടാനാണ് ശ്രമമെന്നും ഉമാ തോമസ് പറഞ്ഞു. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സർക്കാർ അല്ലെങ്കിലും അപ്പീലിൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. സർക്കാർ പ്രോസിക്യൂഷൻ ആ ചാർജ് ഷീറ്റിലെ ഗൂഢാലോചന ഭാഗം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനുണ്ട്. സുനിൽ, അടൂർ പ്രകാശ് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായാണ് അദ്ദേഹം ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. വിധി വന്ന മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ ദിലീപിന് നീതി ലഭിച്ചു എന്ന് UDF കൺവീനർ പറയുകയാണ്. അതിനെ തള്ളിപ്പറയുന്നുണ്ട് എങ്കിൽ തന്നെയും മറ്റ് നേതാക്കളൊക്കെ ദിലീപിന്റെ പേര് പോലും പറയാതെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. എന്താണ് ശരിക്ക് UDFന്റെ ഒരു ആലോചന? ഇത് വ്യക്തിപരമായ ഒരു പരാമർശം തന്നെയാണോ അടൂർ പ്രകാശ് നടത്തിയിരിക്കുന്നത്? നൗഫൽ, നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനാവാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും സർക്കാരും പരാജയപ്പെട്ടു എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ ഇന്നലെ മുതൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ അപ്പീൽ പോകണം എന്ന ആവശ്യവും VD സതീശനും ഒപ്പം KPCC പ്രസിഡന്റും അടക്കമുള്ളവർ ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇന്ന് UDF കൺവീനറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. UDF കൺവീനറുടെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അതിനോട് പ്രതികരിച്ചത്. K മുരളീധരൻ അടക്കമുള്ള നേതാക്കളോട് രാവിലെ നമ്മൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്നത് അതല്ല, അത് പാർട്ടിയുടെ നിലപാടല്ല, കോൺഗ്രസ് നിലപാടാണ്. വ്യക്തിപരമായ അടുപ്പത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞൊഴുകുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മാത്രമല്ല, കോൺഗ്രസിന്റെ നിലപാട് അതല്ല, സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായി ഗൂഢാലോചനാവാദം തെളിയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നേതാക്കൾ. അതായത് അടൂർ പ്രകാശിനെ പൂർണ്ണമായും കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നു, UDF നേതാക്കൾ തള്ളുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിൽ നേതാക്കൾക്കിടയിൽ നീരസമുണ്ട്. സണ്ണി ജോസഫിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അടൂർ പ്രകാശിനെ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ വിളിച്ച് സംസാരിക്കും. നേരത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുകയായിരുന്നു എന്നാണ്. അതായത് KPCCക്ക് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ഇതാണ്. അതിന് വിരുദ്ധമായ നിലപാട് പറഞ്ഞതിൽ ഉള്ള പ്രതിഷേധം സ്വാഭാവികമായും KPCC പ്രസിഡന്റ് തന്നെ UDF കൺവീനർ അറിയിക്കും എന്ന് വേണം ആ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് പാർട്ടി നിലപാടതല്ല, പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല എന്ന അഭിപ്രായം പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ UDF നേതാക്കൾക്കിടയിലുണ്ട്. മാത്രമല്ല, അഭിപ്രായം പറഞ്ഞ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് എറണാകുളം അടക്കം 7 ജില്ലകളിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തിന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അതായത് അടൂർ പ്രകാശുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിത് പാർട്ടി നിലപാടെന്ന നിലയ്ക്ക് പറയുന്നതല്ല, അതിനപ്പുറത്തേക്ക് സമാനമായ ചില അനുഭവങ്ങൾ തനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദിലീപിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, ദിലീപ് വ്യക്തിപരമായി തനിക്ക് വലിയ അടുപ്പമുള്ള ആളാണ്. അതുകൊണ്ട് ദിലീപ് ഏതെങ്കിലും തരത്തിൽ തെറ്റുകാരനാണെന്ന് താൻ കരുതിയിരുന്നില്ല. ആ നിലപാട് ആവർത്തിക്കുകയാണ് താൻ ചെയ്തതെന്നാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അടൂർ പ്രകാശ് ഇത് പച്ചയ്ക്ക് പറഞ്ഞെങ്കിൽ തന്നെയും പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ ദിലീപിനെതിരെ ഒരു വാക്ക് പോലും ഉരിയിടാൻ തയ്യാറായില്ല എന്നത് കൂടി നമ്മൾ ഓർക്കണം. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇറക്കിയ പ്രസ്താവനയിൽ ഈ കേസിൽ ആകെ 6 പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുപോലും തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കിയത്. ഈ 6 പ്രതികൾക്ക് അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് ശിക്ഷ ലഭിച്ചത് ആശ്വാസകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തുടങ്ങുന്നത്. പക്ഷേ അതിലെവിടെയും ഗൂഢാലോചന എന്നതിനെക്കുറിച്ചോ ദിലീപ് എന്നതിനെക്കുറിച്ചോ ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷന് പരാതിയുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്.